സുഹൃത്തുക്കളെ, യുദ്ധം എന്താണ്? യുദ്ധം മനുഷ്യരുടെ ജീവൻ നശിപ്പിക്കുന്നു, നഗരങ്ങൾ തകർക്കുന്നു, രാജ്യങ്ങളുടെ സമ്പത്ത് തിന്നു തീർക്കുന്നു, ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നു, വിലക്കയറ്റമുണ്ടാക്കുന്ന കടബാധ്യത വർദ്ധിപ്പിക്കുന്നു. വർഷങ്ങളോളം പുനർനിർമ്മാണത്തിനായി ഒരു സമൂഹത്തെ പോരാടിക്കൊണ്ടിരിക്കാൻ നിർബന്ധിതമാക്കുന്നു. പക്ഷേ ലോകത്തിൻ്റെ സാമ്പത്തിക സംവിധാനത്തിൽ ഒരു വലിയ വിരോധാഭാസമുണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങൾക്കും യുദ്ധം വലിയ ദുരന്തമാകുമ്പോൾ അമേരിക്കയ്ക്ക് അതിൻ്റെ സാമ്പത്തിക ആഘാതം വളരെ കുറവായിരിക്കും. ഇതൊരു ഗൂഢാലോചന കഥയല്ല. എല്ലാ യുദ്ധങ്ങളും അമേരിക്ക തന്നെ പദ്ധതിയിടുന്നു എന്ന് പറയുന്നതുമല്ല. പക്ഷേ ഒരു ഘടനാപരമായ സത്യമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ ലോക സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രം ഡോളറാണ്. ലോക വ്യാപാരത്തിൻ്റെ വലിയൊരു ഭാഗം ഡോളറിലാണ് നടക്കുന്നത്. എണ്ണം പോലുള്ള പ്രധാന വസ്തുക്കൾ ഡോളറിൽ വില നിർണ്ണയം ചെയ്യുന്നു. രാജ്യങ്ങളുടെ വിദേശ നാണയ സംഭരണിയുടെ വലിയ ഭാഗവും ഡോളറിലാണ്. ഇത് അമേരിക്കയ്ക്ക് ഒരു പ്രത്യേക അധികാരം നൽകുന്നു. ഫ്രാൻസിൻ്റെ മുൻ പ്രസിഡന്റ് ഒരിക്കൽ ഇതിനെ അസാധാരണമായ ആനുകൂല്യം എന്ന് വിളിച്ചു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഒരു ആനുകൂല്യം മാത്രമല്ല, ഇത് ഒരു ഘടനാപരമായ ശക്തിയാണ്. ലോകത്ത് സംഘർഷമുണ്ടാകുമ്പോൾ എന്തു സംഭവിക്കുന്നു? 3 കാര്യങ്ങൾ ഒരേ സമയം നടക്കുന്നു. ഒന്നാമത്, യുദ്ധം തുടങ്ങുമ്പോൾ രാജ്യങ്ങൾക്ക് കൂടുതൽ ഇന്ധനം വേണം, കൂടുതൽ ചരക്ക് ഗതാഗതം വേണം, കൂടുതൽ വായ്പ വേണം. ഇതെല്ലാം ചെയ്യാൻ അവർക്ക് ഡോളർ ആവശ്യമാണ്. രണ്ടാമത്, ലോകത്ത് അനിശ്ചിതത്വം വന്നാൽ നിക്ഷേപകർ എന്തു ചെയ്യും? അവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പണം മാറ്റും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി കണക്കാക്കുന്നത് അമേരിക്കയുടെ സർക്കാർ ബോണ്ടുകളാണ്. മൂന്നാമത്, യുദ്ധം വർദ്ധിച്ചാൽ ആയുധങ്ങൾ വാങ്ങൽ വർദ്ധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതിക്കാരൻ ആര്? അത് അമേരിക്കയാണ്. അതിനാൽ യുദ്ധമുണ്ടാകുമ്പോൾ ഡോളറിന് ആവശ്യകത കൂടും. അമേരിക്കൻ ധനവിപണിയിലേക്ക് പണം ഒഴുകും. അമേരിക്കൻ ആയുധ കമ്പനികൾക്ക് വൻ വരുമാനം ലഭിക്കും. ഇതാണ് ലോകരാഷ്ട്രീയത്തിൻ്റെ കഠിന സത്യം. ഇതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, അമേരിക്കയ്ക്ക് യുദ്ധം ചെലവില്ല എന്നല്ല. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ പോലുള്ള യുദ്ധങ്ങൾ അമേരിക്കയ്ക്ക് $1 ട്രില്യൺ ചെലവാക്കിയിട്ടുണ്ട്. അത് അവരുടെ സമൂഹത്തെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം മറ്റൊന്നാണ്. ലോക സാമ്പത്തിക സംവിധാനം ഡോളറിനെ ചുറ്റിപ്പറ്റിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ സാമ്പത്തിക ആഘാതം മറ്റു രാജ്യങ്ങൾക്കാണ് കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്, പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്ക്. അവർക്കെന്താണ് സംഭവിക്കുന്നത്? ഇറക്കുമതി ചെലവ് വർദ്ധിക്കും, അവരുടെ കറൻസി മൂല്യം താഴും, നിക്ഷേപം രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകും, വികസനത്തിന് വേണ്ട പണം സുരക്ഷയ്ക്കായി ചെലവാക്കേണ്ടി വരും. അതായത് അവർ സൃഷ്ടിക്കാത്ത യുദ്ധങ്ങളുടെ ആഘാതം അവർ തന്നെയാണ് ഏറ്റുവാങ്ങുന്നത്. ഇന്നത്തെ ലോകം നമ്മളോടൊരു വലിയ ചോദ്യം ചോദിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും ആയുധ കയറ്റുമതിക്കാരനുമായ ഒരു രാജ്യത്തിൻ്റെ കറൻസിയെ ചുറ്റിപ്പറ്റി നിർമ്മിച്ച സാമ്പത്തിക സംവിധാനം അതൊരിക്കലെങ്കിലും ശാന്തിക്കായി പ്രവർത്തിക്കുന്ന സംവിധാനമാകുമോ? ഇത് വെറും സാമ്പത്തിക പ്രശ്നമല്ല, ഇതൊരു ലോകരാഷ്ട്രീയ പ്രശ്നമാണ്. ഡോളർ ആധിപത്യം നിലനിൽക്കുന്നിടത്തോളം യുദ്ധം ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ദുരന്തമാകും. പക്ഷേ അതേ യുദ്ധം അമേരിക്കയുടെ സാമ്പത്തിക സംവിധാനത്തെ വീണ്ടും ശക്തിപ്പെടുത്തുന്ന ഘടകമാവുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ ലോകവ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം.